നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യിക്കാനുള്ള 10 സ്റ്റെപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുകയും ഈ 10 സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാറ്റ് ലിവർ 100% റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റും. ഇത് മെഡിക്കലി പ്രൂവൺ സ്റ്റഡീസിൻ്റെ ബേസിലാണ് ഈ 10 സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും ഫാറ്റ് ലിവർ ഡയഗ്നോസ് ചെയ്ത ശേഷം ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എപ്പോഴും അതിന് മെഡിസിനാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാറ്റ് ലിവറിൻ്റെ ചികിത്സയ്ക്കായിട്ട് യാതൊരുവിധ പ്രൂവൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുള്ള മെഡിസിൻസും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഫാറ്റ് ലിവർ മാറാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? തീർച്ചയായും നമ്മുടെ ഡയറ്റും എക്സസൈസും കൊണ്ട് 100% റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റ് ലിവർ. അപ്പോൾ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാനുള്ള ഈ 10 സ്റ്റെപ്പ് അതുപോലെ ഒരു 6 മാസം നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങളുടെ ഫാറ്റ് ലിവർ 100% റിവേഴ്സ് ആവും. അത് ഉറപ്പാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വെയിറ്റ് റിഡക്ഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ വെയിറ്റ് ഒരു 7 to 10% കുറച്ചാൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ ഏകദേശം 40 to 50% കുറയും എന്നാണ് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു 80 കിലോ ഉള്ള ആളൊരു 6 to 8 കിലോ കുറച്ചാൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ നല്ല ശതമാനം കുറയും. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് ആണോ, അതായത് ഒരു മാസം കൊണ്ടുവന്ന ഒരു 10 കിലോ കുറച്ച് കളയാം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 10 കിലോ കുറച്ച് കളയാം എന്നുള്ള രീതിയിലുള്ള പട്ടിണി കിടന്നിട്ടുള്ള വെയിറ്റ് ലോസ് ആണോ? അല്ല. ഇങ്ങനെ ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു പട്ടിണി കിടന്നുള്ള വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ അത് ഫാറ്റ് ലിവർ കൂട്ടുകയുള്ളൂ. അതായത് ഈ കണ്ടീഷൻ വളരെയധികം വേസ്റ്റ് ആക്കുകയുള്ളൂ. വളരെ സയൻറ്റിഫിക്കായിട്ട് പ്രോപ്പർ ഡയറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ എടുത്ത് പ്രോപ്പറായി ഡയറ്റ് ചെയ്ത് ഏകദേശം 0.5 to 1 കിലോഗ്രാം പെർ വീക്ക്, അതായത് ഒരാഴ്ചയിൽ 1/2 കിലോ മുതൽ 1 കിലോ വരെ കുറയ്ക്കുക. അതായത് ഒരു മാസത്തിൽ 2 മുതൽ മാക്സിമം 4 കിലോ വരെ ആ ഒരു രീതിയിൽ കുറച്ചാൽ മാത്രമേ നമ്മുടെ ഫാറ്റ് ലിവർ റിവേഴ്സ് ആവുകയുള്ളൂ. അല്ലാതെ ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് എപ്പോഴും ഫാറ്റ് ലിവർ വഷളാക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം കോള അല്ലെങ്കിൽ ലിക്വിഡ് പോയ്സൺ അത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ജസ്റ്റ് ഒരു ക്യാൻ കോളയിൽ ഏകദേശം 39 ഗ്രാം ഷുഗർ അല്ലെങ്കിൽ 10 ടീസ്പൂൺ ഷുഗർ ഉണ്ട് എന്നാണ് കണക്ക്. നമ്മൾ പലപ്പോഴും ഒരു എനർജി ഡ്രിങ്കായിട്ട് അല്ലെങ്കിൽ ഒരു ഹെവി മീലിന് ശേഷം ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു ഹെവി മീൽ കഴിച്ച ശേഷം ഒരു കോള കുടിക്കുക എന്നുള്ളത് മലയാളികൾക്കിടയ്ക്ക് പ്രത്യേകിച്ചും പ്രവാസികൾക്കിടയിൽ വളരെയധികം കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഓരോ കോളയും നമ്മുടെ ലിവർ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ലിവർ കൂട്ടുമെന്ന് നെക്സ്റ്റ് ടൈം നിങ്ങൾ കോള കുടിക്കുമ്പോൾ ആലോചിക്കുക. ആ കോള നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ കോള പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഈ കോള എന്ന് പറയുമ്പോഴത്തേക്ക് വെറും കൊക്കക്കോള പെപ്സി മാത്രമല്ല, റിയൽ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്ത ഫ്രൂട്ട് ജ്യൂസ് പോലും നമുക്ക് അതിൽ ധാരാളം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അത് ഫാറ്റ് ലിവർ ഉണ്ടാക്കും. എനർജി ഡ്രിങ്കുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം നമുക്ക് എന്ത് ചെയ്യാം? കാരണം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ശീലമുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് എപ്പോഴും നമ്മൾ സോഡ അല്ലെങ്കിൽ സ്പാർക്ക്ലിംഗ് വാട്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ലൈം ജ്യൂസ് ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് മിൻ ലീവ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലേവേർഡ് വാട്ടർ ആവും. ഇനി സാധാരണ വെള്ളത്തിൽ തന്നെ ഒരു ലൈം വെഡ്ജ് ഇടുകയോ അല്ലെങ്കിൽ കുറച്ച് മിൻ ലീവ്സ് ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഫ്ലേവേർഡ് വാട്ടർ ആവും. നമുക്ക് ഈ ഒരു കോളയ്ക്ക് പകരമായിട്ട് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഡീപ്പ് ഫ്രൈഡ് ഫുഡാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ മാളുകളിലും ഇപ്പം KFCയും ചിക്കനൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ചുവട് പിടിച്ച് എല്ലാ ഹോട്ടലുകളിലും ഈ ഡീപ്പ് ഫ്രൈഡ് ബ്രോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ സെർവിങ്ങിലെ ഡീപ്പ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് ഏകദേശം 25 ഗ്രാം ഫാറ്റ് അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഫാറ്റാണ് അതിലുള്ളത്. നമ്മുടെ ലിവറിന് ഏകദേശം ഒരു മണിക്കൂറിൽ 5 to 7 ഗ്രാം മാത്രമേ ഫാറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എത്രയധികം ലോഡാണ് ലിവറിന് കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിലും. ഒരു കാര്യം ശരിയാണ്, ഈ ഡീപ്പ് ഫ്രൈഡ് അല്ലെങ്കിൽ ഈ ബ്രോസ്റ്റ് ചിക്കൻ എത്രയധികം ഫാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇവിടെ? പൂർണ്ണമായിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഈ KFC അല്ലെങ്കിൽ ചിക്കൻ ഒഴിവാക്കണം എന്നാണോ? അല്ല. അവിടെയാണ് ഒരു ഗെയിം ചേഞ്ചറായിട്ട് എയർ ഫ്രയർ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രിസ്പിനെസ് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഏകദേശം 95% ലെസ് ഓയിലാണ് നമ്മൾ ഡീപ് ഫ്രൈ ഉപയോഗിക്കുന്നതിനേക്കാളും എയർ ഫ്രൈ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചിലവാകുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഫുഡ് വേണം, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈ വേണം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ വേണം എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഒരു നല്ലൊരു എയർ ഫ്രയർ വാങ്ങുക. അതിൽ വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക. ഇനി നമ്മൾ മറ്റൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൽ ഏകദേശം 365 കാലറിയും ഏകദേശം 17 ഗ്രാം ഫാറ്റുമാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതേ സെയിം ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയാലോ അത് ഏകദേശം 146 കലോറിയും 4 ഗ്രാം ഫാറ്റുമാണ്. നമ്മൾ പലപ്പോഴും ഏറ്റവും ഹെൽത്തിയായി കണക്കാക്കുന്ന ഒന്നാണ് ഫ്രൂട്ട് ജ്യൂസസ് അല്ലേ? പലപ്പോഴും പാലിനെക്കാട്ടിയും നന്നാണ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഫ്രൂട്ട് ജ്യൂസ് ലിവറിന് അത്ര നല്ലതല്ല. കാരണം ഫ്രൂട്ട് ജ്യൂസിൽ ധാരാളമായിട്ട് ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രക്ടോസ് നേരെ ലിവർ ചെന്നിട്ട് ഫാറ്റായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസിന് പകരം എപ്പോഴും ഹോൾ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ
നമ്മൾ എത്ര ഓറഞ്ച് കഴിക്കും ഒറ്റ ഇരിപ്പിൽ? മാക്സിമം 1, 2 അല്ലെങ്കിൽ 3 എടുക്കും അല്ലേ? എന്നാൽ ഓറഞ്ച് ജ്യൂസ് ആയാലോ നമുക്കൊരു 8 അല്ലെങ്കിൽ 10 ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ ഒറ്റ ഇരിപ്പിന് കുടിക്കും. അപ്പം അതിൽ ഫൈബേഴ്സ് മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ ഒരു പ്യുവർ ഫ്രക്ടോസ് മാത്രമാണ് നമ്മൾ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ പെട്ടെന്ന് അബ്സോർവ് ആവുകയും അത് ഫാറ്റായിട്ട് ലിവറിൽ സൂക്ഷിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളൊരു ഹോൾ ഫ്രൂട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചേ കഴിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അബ്സോർപ്ഷനും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കുക, പകരം ഹോൾ ഫ്രൂട്ട് കഴിക്കുക. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക. കാരണം ഫൈബർ എന്ന് പറയുന്നത് ഒരു ചൂല് പോലെ നമ്മൾ ലിവറിനെ എപ്പോഴും ക്ലീനാക്കി സൂക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആഹാരത്തിൽ ഫൈബർ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡിലും ഫ്രൂട്ട് ജ്യൂസസിലും ഇല്ലാത്തത് ഈ ഫൈബറാണ്. എങ്ങനെയാണ് ഫൈബർ നമ്മുടെ ലിവറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? 1, അത് ടോക്സിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ടോക്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. 2, അതെപ്പോഴും നമ്മുടെ ഷുഗർ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഷുഗറേ ലിവറിൽ എത്തുകയുള്ളൂ. 3ാമത്തത് എപ്പോഴും നമുക്കൊരു ഫുൾനെസ് തരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ. പിന്നെ 4ാമത്തെ പോയിന്റ് ഗട്ട് ബാക്ടീരിയയ്ക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഹോൾ ഫ്രൂട്ട്സ്, ഓട്സ് ഇങ്ങനെയുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി 7ാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എലിമിനേറ്റ് ആൽക്കഹോൾ. നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ 100% ആൽക്കഹോൾ ഉപേക്ഷിക്കുക. കാരണം ആൽക്കഹോൾ എന്ന് പറയുന്നത് ലിവറിന് ഒരു പോയ്സണാണ്. നമ്മുടെ ലിവറിന് 1 മണിക്കൂറിൽ 1 യൂണിറ്റ് ആൽക്കഹോൾ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ലിവറിനെ സാരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ട്, ഇനിയും നിങ്ങൾ തുടർച്ചയായിട്ട് ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് 5 മടങ്ങ് കൂടുതലാണ്. ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൽക്കഹോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി 8ാമത്തെ സ്റ്റെപ്പ് ഗുഡ് ഫാറ്റ്സ് ധാരാളമായി കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ ലിവറിനെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് അല്ലേ? പക്ഷേ ഗുഡ് ഫാറ്റ്സ് എപ്പോഴും ശരീരത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആഹാരത്തിൽ ധാരാളം ഗുഡ് ഫാറ്റ്സ് ഉൾപ്പെടുത്തുക. എന്താണ് ഗുഡ് ഫാറ്റ്സ്? എക്സ്പെഷ്യലി ഒമേഗ 3. അതൊരു ലിവറിന് ഒരു നല്ല മെഡിസിനാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. അതെന്തിലൊക്കെയാണ് ഉള്ളത്? ഫാറ്റി ഫിഷിലുണ്ട്, സാൽമൺ അല്ലെങ്കിൽ നമ്മുടെ മത്തിയിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. വാൾനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ്, അവക്കാഡോ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഇങ്ങനെയുള്ള ഹെൽത്തി ഫാറ്റ് ഒമേഗ 3 റിച്ചായുള്ള ഹെൽത്തി ഫാറ്റ് നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഇഞ്ചുറിക്ക് ഒരു പരിധി വരെ അത് ഹീൽ ചെയ്യും. ഇനി എന്തൊക്കെ ഫാറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഓയിലാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജ്ഡ് ഫുഡിൽ ധാരാളം ട്രാൻസ് ഫാറ്റ്സ് ഉണ്ട്, അതെപ്പോഴും ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, അതിലും ധാരാളമായിട്ട് ട്രാൻസ് ഫാറ്റ് ഉണ്ട്, അത് ഒഴിവാക്കുക. ഡീപ്പ് ഫ്രൈഡ് അല്ലെങ്കിൽ റീയൂസ്ഡ് ഓയിൽ, നമുക്ക് സാധാരണ കിട്ടുന്ന ചിപ്സ് ആയാലും അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് ആയാലും അതിലൊക്കെ ധാരാളം റീയൂസ്ഡ് ഓയിൽസ് ഉണ്ട്, അത് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ, കാനോൾ ഓയിൽസ്, ഇങ്ങനെ റിഫൈൻഡ് ഓയിൽസ് നമ്മളെപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി 9th സ്റ്റെപ്പ് മൂവ് മോർ. ദാറ്റ് ഈസ് ദ ഗെയിം ചേഞ്ചർ. പലപ്പോഴും ഫാറ്റ് ലിവർ ഉള്ളവരിൽ വളരെ ഡ്രമാറ്റിക്കായി ചേഞ്ച് ഉണ്ടാക്കുന്ന ഒന്നാണ് എക്സസൈസ്. നമ്മൾ കഠിനമായ എക്സസൈസ് ചെയ്യണമെന്നല്ല, ആഴ്ചയിൽ ഒരു 150 മിനിറ്റെങ്കിലും, വളരെ കുറഞ്ഞൊരു സമയം അല്ലേ, ആ ഒരു സമയമെങ്കിലും നമ്മുടെ ലിവറിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു മാജിക്കൽ ചേഞ്ച് ആയിരിക്കും നമ്മുടെ ലിവറിന് ഉണ്ടാക്കുക. നമ്മൾ ഏകദേശം ഒരു 150 മിനിറ്റ്സ് പെർ വീക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 1, അത് നമ്മുടെ ലിവർ ഫാറ്റിന് ഏകദേശം 39% വരെ കുറയ്ക്കും. അതുമാത്രമല്ല നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഏകദേശം 62% കൂട്ടും. പലപ്പോഴും ഫാറ്റ് ലിവറിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് വളരെയധികം കുറയ്ക്കാൻ എക്സസൈസ് സഹായിക്കും. അതുപോലെ തന്നെ ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ ഏകദേശം 50% കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ 150 മിനിറ്റ്സ് എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ഇതോടെ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രിസ്ക് വാക്കിംഗ് ആവാം, സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് ആവാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവർ നല്ലൊരു ശതമാനം റിവേഴ്സ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്ലീപ്പ് വെൽ, ദ ഓവർലുക്ക്ഡ് ഹീലർ. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഫോണും ടാബ്ലറ്റും ടെലിവിഷനൊക്കെ വന്ന ശേഷം ഒരു ബ്ലൂ ലൈറ്റ് പൊല്യൂഷനാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും അധികം അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉറക്കത്തെയാണ്. നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പും വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർ സ്ലീപ്പ് എന്നത് ഫാറ്റ് ലിവറിൻ്റെ ഒരു മെയിൻ റീസൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ് നന്നായി ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫാറ്റ് ലിവർ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. നമ്മളെപ്പോഴും ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ലിവറിൻ്റെ ഹീലിംഗ് അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻസ് നന്നായി നടക്കുകയുള്ളൂ. നമ്മുടെ സ്ലീപ്പിന് വളരെയധികം സ്റ്റേജസ് ഉണ്ട്. ഈ ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മൾ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്നത്, നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ
ഫാറ്റിനെ മൊബിലൈസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. മാത്രമല്ല ഹോർമോൺ പ്രൊഡക്ഷൻസും നന്നായിട്ട് നടക്കുന്നത് ഈ ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം താറുമാറാവുകയും നമ്മുടെ ഫാറ്റ് ലിവർ വളരെയധികം കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി സ്ലീപ്പ് നമ്മളെപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ സ്ക്രീനിൽ ഓഫാക്കി വയ്ക്കുക. ഡാർക്ക് അല്ലെങ്കിൽ കൂൾ എൻവയൺമെൻറ്റിൽ ഉറങ്ങാൻ ശ്രമിക്കുക. എപ്പോഴും നിശ്ചിത സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ സ്ട്രെസ് ലെവൽ എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 10 എഫക്റ്റീവ് സ്റ്റെപ്സ് ഫോർ റിവേഴ്സൽ ഓഫ് ഫാറ്റ് ലിവർ. അപ്പം ഈ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സ് നിങ്ങളുടെ ഫാറ്റ് ലിവർ അതിപ്പം ഗ്രേഡ് 1 ആയാലും 2 ആയാലും 3 ആയാലും 100% പൂർണ്ണമായിട്ടും റിവേഴ്സ് ആകും. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് ഒരു സീരിയസ് മെഡിക്കൽ കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ലിവർ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കൂടി അവസാനം ഹെപ്പറ്റൈറ്റിസ് ആവും, അതിനുശേഷം ഫൈബ്രോസിസ് ആവും, സിറോസിസ് ആവും, ലിവർ ക്യാൻസർ ആവും. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% റിവേഴ്സ് ചെയ്യിക്കാനുള്ള ഒരു മരുന്ന് കഴിക്കാതെ 100% തന്നെ റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫാറ്റ് ലിവർ. ഇന്ന് വളരെ കോമൺ ആയിട്ട് ഫാറ്റ് ലിവർ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഈ 10 സ്റ്റെപ്പ് നിങ്ങൾ പൂർണ്ണമായും ഫോളോ ചെയ്യുക. ഇനി നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആണ് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങൾ എൻകറേജ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.